ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു. സുരേഷ് ഗോപിക്ക് ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുകളും ജോർജ് കുര്യന് ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗസംരക്ഷണ വകുപ്പുകളും ലഭിച്ചു. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. കേരളവുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യം ജോർജ് കുര്യന്റെ പ്രതികരണത്തിലേക്ക്. ന്യൂനപക്ഷ ക്ഷേമം എനിക്ക് പരിചയമുള്ള ഒരു മന്ത്രാലയമാണ്. മൈനോറിറ്റി കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ എന്ന രീതിയിൽ അതിൻ്റെ സ്കീമുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നിയമങ്ങളൊക്കെ തന്നെ, സ്കീമുകൾ എല്ലാം തന്നെ എനിക്ക് മനഃപ്പാഠമാണ്. പിന്നെയുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, തീരദേശ ജനതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഫിഷറീസാണ്. അതുപോലെ തന്നെ ക്ഷീരകർഷകരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ക്ഷേമം നോക്കുന്ന ആനിമൽ ഹസ്ബൻഡറിയാണ് ആൻഡ് ഡയറി. അപ്പോൾ ഈ രംഗത്ത് എന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബി.ജെ.പി. മന്ത്രിമാരുടെ വകുപ്പുകളിൽ കാര്യമായ മാറ്റമില്ല. അമിത്ഷാ ആഭ്യന്തര വകുപ്പിലും രാജ്നാഥ് സിംഗ് പ്രതിരോധ വകുപ്പിലും നിർമ്മല സീതാരാമൻ ധനവകുപ്പിലും തുടരും. നിതിൻ ഗഡ്കരി ഗതാഗത വകുപ്പ് തുടർന്നും വഹിക്കും. ജെ.പി. നദ്ദയാണ് പുതിയ ആരോഗ്യമന്ത്രി. ടി.ഡി.പി. അംഗം റാം മോഹൻ നായിഡുവിന് വ്യോമയാനവും ജെ.ഡി.യു നേതാവ് ലലൻ സിംഗിന് ഫിഷറീസും പഞ്ചായത്തി രാജും ലഭിച്ചു. ചിരാഗ് പാസ്വാന് ഭക്ഷ്യ സംസ്കരണവും എച്ച്.ഡി. കുമാരസ്വാമിക്ക് വ്യവസായവും ഉരുക്കു വകുപ്പും നൽകി. ശിവരാജ് സിംഗ് ചൗഹാനാണ് പുതിയ കൃഷി മന്ത്രി. ഏറ്റവും പുതിയ വിവരങ്ങൾ ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നൽകും. ബൽറാം, ബി.ജെ.പി. അവരുടെ പ്രധാനപ്പെട്ട മുഖങ്ങളെ അതത് വകുപ്പുകളിൽ നിന്നും മാറ്റിയിട്ടില്ല. അമിത്ഷാ വകുപ്പ് മാറിയേക്കുമെന്ന സൂചനയുണ്ടായിരുന്നു. ധനവകുപ്പിലേക്ക് മറ്റൊരാൾ വരുമെന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അതൊന്നുമല്ല, ആ വകുപ്പ് തുടർന്നും വഹിക്കും. പ്രധാനമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞത് ഒരു തുടർച്ചയുണ്ടാകട്ടെ എന്നാണ് പറഞ്ഞത്. എന്താണ് വകുപ്പ് വിഭജനത്തിന്റെ വിശദാംശങ്ങൾ? കേരളത്തെ സംബന്ധിച്ച് 2 സഹമന്ത്രിമാർക്ക് ശ്രദ്ധേയമായ വകുപ്പുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണല്ലോ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും കേരളത്തിലെ 2 മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം കേരളവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന വകുപ്പുകൾ തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ച് ജോർജ് കുര്യനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, ഇതുകൂടാതെ യാണ് മൃഗസംരക്ഷണം എന്നീ വകുപ്പുകൾ. കാർഷിക മേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും കൂടാതെ മത്സ്യ മേഖല ഉൾപ്പെടെയുള്ള മേഖലകളിൽ അത് കേരളവുമായി ഏറെ ചേർന്ന് കിടക്കുന്ന വകുപ്പുകളാണ്. ഒപ്പം തന്നെ സുരേഷ് ഗോപിക്ക് ടൂറിസം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ ഒരു പ്രദേശമാണ്. ടൂറിസം രംഗത്ത് ഒട്ടേറെ സംഭാവനകൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയും എന്നത് വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ടൂറിസം മന്ത്രാലയത്തിലെ സഹമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. കൂടാതെ പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പുമാണ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്. അതേസമയം ഈ 3ാം മോദി മന്ത്രിസഭയിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ സഖ്യകക്ഷികൾ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു പ്രധാന വകുപ്പുകൾക്ക് വേണ്ടി. എന്നാൽ ബി.ജെ.പി. പ്രധാന വകുപ്പുകൾ എല്ലാം തന്നെ നിലനിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മന്ത്രിസഭയിലെ 2ാമനായ രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രാലയം തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. ആഭ്യന്തര മന്ത്രാലയം അമിത്ഷാ തന്നെയാണ് തുടരുക. ധനമന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് 3ാം മോദി സർക്കാരിലും നിർമ്മല സീതാരാമൻ തന്നെയായിരിക്കും. കൂടാതെ വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ തുടരും. ഉപരിതല ഗതാഗതം നിതിൻ ഗഡ്കരി തന്നെയായിരിക്കും തുടർന്നും നിർവഹിക്കുക. 3ാം നരേന്ദ്രമോദി സർക്കാരിൽ മാറ്റമുണ്ടായിരിക്കുന്ന വകുപ്പുകൾ പ്രധാനമായും ആരോഗ്യ വകുപ്പിലേക്ക് ജെ.പി. നദ്ദ മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ബി.ജെ.പി. അധ്യക്ഷനാകുന്നതിന് മുമ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണ്. പിന്നീട് മൻസുഖ് മാണ്ഡവ്യ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ജെ.പി. നദ്ദ മന്ത്രിസഭയിൽ തിരിച്ചെത്തുന്നതോടെ അദ്ദേഹത്തിന് തിരിച്ച് ലഭിച്ചിരിക്കുന്നു. വ്യോമയാന വകുപ്പ് നൽകിയിരിക്കുന്നത് ഇത്തവണ ടി.ഡി.പിക്കാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കൂടാതെ ഈ മന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്ന 2 പ്രധാന നേതാക്കൾ എന്നുള്ളത് മുൻ മുഖ്യമന്ത്രിയായ ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹത്തിന് കൃഷി വകുപ്പും ഗ്രാമവികസന വകുപ്പും നൽകിയിരിക്കുന്നു. നഗരവികസന വകുപ്പ് നൽകിയിരിക്കുന്നത് ഹരിയാന മുൻ മുഖ്യമന്ത്രിയായ മനോഹർ ലാൽ ഖട്ടാറിനാണ്. കൂടാതെ റെയിൽവേ, I&B, IT എന്നീ വകുപ്പുകൾ നൽകിയിരിക്കുന്നത് അശ്വിനി വൈഷ്ണവിനാണ്. അദ്ദേഹം നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന 2 വകുപ്പുകൾക്ക് അപ്പുറമായിക്കൊണ്ട് അദ്ദേഹത്തിന് I&B വകുപ്പ് കൂടി ലഭിച്ചിരിക്കുന്നു. കൂടാതെ ടെലികോം വകുപ്പും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം എന്നീ വകുപ്പുകൾ ലഭിച്ചിരിക്കുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കാണ്. അദ്ദേഹം നേരത്തെ വ്യോമയാന വകുപ്പാണ് കൈകാര്യം ചെയ്തിരുന്നത്. കഴിഞ്ഞ മന്ത്രിസഭയിൽ വാണിജ്യ
വാണിജ്യ വ്യവസായ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന പീയൂഷ് ഗോയൽ അതേ വകുപ്പുകളിൽ തന്നെ തുടരും. അതായത് ബൽറാം, ഇതിൽ ഘടകകക്ഷികൾക്ക് ഇപ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു സുപ്രധാന വകുപ്പ്, വ്യോമയാനം അവർക്ക് കൈമാറിയിട്ടുണ്ട്. അതല്ലാതെ ഘടകകക്ഷികൾക്ക് BJP-യുടെ പക്കലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വകുപ്പ് നൽകിയെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. ഇപ്പോൾ പഞ്ചായത്തി രാജ് ലലൻ സിംഗിന് നൽകിയിട്ടുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ ബാക്കി പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തുടർന്നും BJP തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഈ ഘടകകക്ഷികളെ എങ്ങനെയായിരിക്കും ഈ വകുപ്പ് വിഭജനത്തിൽ BJP തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടാവുക? വിജയകുമാർ, ഇതിൽ BJP തുടക്കം മുതൽ തന്നെ ഈ ഘടകകക്ഷികളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ BJP-യുടെ ഇതായി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആ വകുപ്പുകൾ വിദ്യാഭ്യാസം, സാംസ്കാരികം എന്നീ വകുപ്പുകൾ BJP RSS പശ്ചാത്തലമുള്ള വ്യക്തികൾക്ക് തന്നെ തുടർന്ന് നൽകുകയാണ് പതിവ്. ആ വകുപ്പുകൾ കൂടാതെ ഈ സുരക്ഷാ കൗൺസിലുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, സമിതിയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, ഈ ധനം, പ്രതിരോധം അടക്കമുള്ള ഈ 5 വകുപ്പുകളും BJP തന്നെ കൈകാര്യം ചെയ്യും എന്നറിയിച്ചിരുന്നു. റെയിൽവേ വകുപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു അവകാശവാദങ്ങൾ പ്രധാനമായും. 3 ഘടകകക്ഷികൾ ഒരുപോലെ അവകാശവാദം ഉന്നയിച്ചത്. LJP-യും JDU-വും ഒപ്പം തന്നെ TDP-യും ഈ വകുപ്പിന് വേണ്ടി നിർബന്ധം പിടിച്ചിരുന്നെങ്കിലും അത് നിലനിർത്തിയിരിക്കുകയാണ്. അശ്വിനി വൈഷ്ണവ് തന്നെ നിലവിൽ അധികം വഹിച്ചിരുന്ന വകുപ്പ് തുടരും എന്നുള്ളതാണ്. വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ പ്രധാന വകുപ്പുകളായി TDP-ക്ക് ലഭിച്ചിരിക്കുന്ന ഒന്ന് എന്നുള്ളത് വ്യോമയാനം മാത്രമാണ്. അതോടൊപ്പം തന്നെ JDU-വിന്റെ മുൻ ദേശീയ അധ്യക്ഷൻ ലാലൻ സിംഗിന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വകുപ്പുകളിൽ ആനിമൽ ഹസ്ബൻഡറി, മൃഗസംരക്ഷണം അടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മറ്റെല്ലാ പ്രധാന വകുപ്പുകളും BJP തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ ആദ്യ മന്ത്രിസഭാ യോഗം ചേരുന്ന ഘട്ടത്തിലും ഇക്കാര്യത്തിൽ ഈ സഖ്യകക്ഷികൾക്ക് കടുത്ത അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമായും 7 സീറ്റുകൾ ഉണ്ടെങ്കിൽ പോലും ശിവസേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ്. ക്യാബിനറ്റിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപൂർവം സഖ്യകക്ഷി നേതാക്കളെ മാത്രമാണ് എന്നുള്ളത്. HD കുമാരസ്വാമിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഘനവ്യവസായ വകുപ്പാണ് ലഭിച്ചിരിക്കുന്നത്. അത് ഒരു സുപ്രധാന വകുപ്പായി വിലയിരുത്താവുന്ന ഒരു വകുപ്പാണ്. ഇത്തരത്തിൽ 2-3 സഹമന്ത്രിമാർക്ക് മാത്രമാണ് പ്രധാന വകുപ്പുകൾ ലഭിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും ഏറ്റവും സുപ്രധാനമായി നിർണായകമായി കരുതുന്ന വകുപ്പുകളെല്ലാം തന്നെ 3ാം നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ശരിയാണ്. സുപ്രധാന വകുപ്പുകളൊക്കെ കഴിഞ്ഞ മോദി 2ാം മന്ത്രിസഭയിലെ അംഗങ്ങൾ തന്നെ BJP കൈകാര്യം ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സഖ്യ സർക്കാർ എന്ന എല്ലാ തരത്തിലും പറയുമ്പോഴും പ്രധാനപ്പെട്ട വകുപ്പുകൾ BJP വിട്ടുകൊടുത്തിട്ടില്ല. ചുരുക്കം ചില വകുപ്പുകൾ മാത്രമേ ആ നിലയ്ക്ക് പ്രധാനപ്പെട്ടത് എന്ന നിലയിൽ ഘടകകക്ഷികൾക്ക് കൈമാറിയിട്ടുള്ളൂ എന്നത് ഒരു പ്രധാന സംഗതി തന്നെയാണ്. എങ്ങനെയാണ് ഘടകകക്ഷികളെ ഈ വകുപ്പ് വിഭജനത്തിൽ BJP അവരുടെ വിശ്വാസം ആർജിച്ചിട്ട് എന്നത് പരിശോധിക്കേണ്ട വിഷയം തന്നെയാണ്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ തീരുമാനവുമായി 3ാം മോദി സർക്കാർ. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 3 കോടി വീടുകൾ അധികമായി നിർമ്മിക്കും. ഗ്രാമീണ നഗരമേഖലയിലെ നിർധനരായ കുടുംബങ്ങൾക്ക് അടിസ്ഥാന സൗകര്യമുള്ള വീട് നിർമ്മിക്കാൻ സഹായം നൽകുന്നതാണ് പദ്ധതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലായിരുന്നു ആദ്യ മന്ത്രിസഭാ യോഗം. നമ്മൾ കേരളത്തിലെ ചില പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്ത CPIM. രാജ്യസഭാ സീറ്റിൽ സഖ്യകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CPIM LDF-ന് ജയിക്കാൻ കഴിയുന്ന 2 സീറ്റ് CPI-ക്കും കേരള കോൺഗ്രസ് എമ്മിനുമായി വീതം വെച്ചു. CPI PP സുനീറിനെയും കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയെയും സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. സീറ്റ് കിട്ടാത്തതിൽ RJD LDF യോഗത്തിൽ കടുത്ത പ്രതിഷേധം അറിയിച്ചു. 2 സീറ്റുകളിൽ ഒരെണ്ണം ഏറ്റെടുക്കാനായിരുന്നു CPIM-ന്റെ തീരുമാനം. ബാക്കിയുള്ള ഒരു സീറ്റിനു വേണ്ടി CPI-യും കേരള കോൺഗ്രസ് എമ്മും RJD-യും അവകാശമുന്നയിച്ചു. തർക്കം മുന്നണി ബന്ധത്തെ പോലും ബാധിക്കുമെന്നായതോടെ സ്വന്തം സീറ്റ് വിട്ടുകൊടുത്ത് CPIM-ന്റെ ഒത്തുതീർപ്പ്. മുന്നണി ഒറ്റക്കെട്ടെന്ന് LDF കൺവീനർ EP ജയരാജൻ. എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം 2 സീറ്റിൽ ഒരു സീറ്റ് CPI-ക്ക്, 2ാമത്തെ സീറ്റ് കേരള കോൺഗ്രസ് മാണി. ഇങ്ങനെ 2 പാർട്ടികൾക്ക് സീറ്റ് നൽകാൻ തീരുമാനിച്ചു.
CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീറും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയും രാജ്യസഭാ സ്ഥാനാർത്ഥിയാകും. മുന്നണിക്ക് വേണ്ടി CPIM വലിയ വിട്ടുവീഴ്ച ചെയ്തെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് തീർച്ചയായിട്ടും ആരെങ്കിലും ഒരു പേര് പറഞ്ഞാൽ ആ പേരല്ല, പല പേരുകളും വരാം, പല പേരും പരിഗണിക്കാം. പാർട്ടി എന്നിട്ട് കൂട്ടായി തീരുമാനിക്കുന്ന പേരാണ് പാർട്ടിയുടെ പേര്. അതാണ് ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. LDFനും മുഖ്യമന്ത്രിക്കും നന്ദി അറിയിച്ച് റോഷി അഗസ്റ്റിൻ. കേരള കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ അനിഷേധ്യനായ ചെയർമാൻ ജോസ് കെ മാണിയെ കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ നൽകിയിട്ടുള്ള സേവനങ്ങളും പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടും. സീറ്റ് ആവശ്യം പരിഗണിക്കാത്തതിൽ LDF യോഗത്തിൽ RJD ജനറൽ സെക്രട്ടറി വർഗീസ് ജോർജ് പ്രതിഷേധമറിയിച്ചു. രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ റൊട്ടേഷൻ വ്യവസ്ഥ ഏർപ്പെടുത്തുമെന്ന ഉറപ്പോടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അനുനയിപ്പിച്ചത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ട്. PP സുനീറിനെ രാജ്യസഭാ സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനത്തിൽ CPIയിൽ ഭിന്നത. മുതിർന്ന നേതാവ് മുല്ലക്കര രത്നാകരൻ നിർദ്ദേശിച്ചത് പ്രകാശ് ബാബുവിന്റെ പേരാണ്. E ചന്ദ്രശേഖരൻ, GR അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കളും പ്രകാശ് ബാബുവിനെ പിന്തുണച്ചു. ബിനോയ് വിശ്വമാണ് PP സുനീറിന്റെ പേര് ഒടുവിൽ നിർദ്ദേശിച്ചത്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, കുറേ കാലങ്ങളായി അല്ലെ കുറേ വർഷങ്ങളായി CPIയിൽ നിലനിൽക്കുന്ന വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴത്തെ ഈ സംഭവവുമായി ചേർത്ത് വയ്ക്കാവുന്നതാണ്. പ്രകാശ് ബാബുവിന് ഇത്തവണ അവസരം ലഭിക്കുമെന്ന് പൊതുവെ എല്ലാവരും കരുതിയതാണ്. പക്ഷേ ബിനോയ് വിശ്വം മാത്രമാണ് സുനീറിൻ്റെ പേര് നിർദ്ദേശിച്ചത്. പാർട്ടിക്കകത്ത് നടന്ന ചർച്ചകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, ഇന്ന് ചേർന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് ഇത്തരം ചർച്ചകൾ ഉടലെടുത്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യസഭാ സീറ്റ് CPIക്ക് ലഭിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അതിൽ 2 പേരുകളായിരുന്നു CPI സംസ്ഥാന നേതൃത്വം പരിഗണിച്ചിരുന്നതിൽ. 1 ആനി രാജയും 2 പ്രകാശ് ബാബുവുമായിരുന്നു. PP സുനീറിന്റെ പേര് വളരെ അപ്രതീക്ഷിതമായി യോഗത്തിൽ ഉയർന്നു വന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ പ്രകാശ് ബാബുവിന്റെ പേരാണ് ഇന്നത്തെ യോഗത്തിൽ നേതാക്കളിൽ ഭൂരിഭാഗവും നിർദ്ദേശിച്ചത്. ഈ PP സുനീറിന്റെ പേര് മുന്നോട്ട് വെച്ചത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിന്റെ പേര് നിർദ്ദേശിച്ചത്. അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ അത് പിന്താങ്ങി. പ്രകാശ് ബാബുവാണ് അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന മന്ത്രി GR അനിലും യോഗത്തിൽ നിലപാടെടുത്തു. N രാജനും പ്രകാശ് ബാബുവിനെ പിന്തുണച്ചു. ചർച്ചയിൽ ആകമാനം ഈ പ്രകാശ് ബാബു മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. അതേസമയം സുനീറിനെ പരിഗണിച്ചത് ന്യൂനപക്ഷം എന്ന നിലയിലാണെന്നാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പാർട്ടിയിലെ ന്യൂനപക്ഷ നേതാവ് എന്ന പരിഗണന സുനീറിന് നൽകണമെന്ന ബിനോയ് വിശ്വം, സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം യോഗത്തിൽ പറയുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെയാണ് വളരെ അപ്രതീക്ഷിതമായി PP സുനീറിന്റെ പേര് രാജ്യസഭാ സീറ്റിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും CPIയിൽ തുടർന്നു വരുന്ന വിഭാഗീയത പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ അത് വീണ്ടും ഉയരാനുള്ള ഒരു കാരണമായി ഇത് മാറിയേക്കും എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കാരണം ഇത്തരം മുതിർന്ന നേതാക്കളുടെ അടക്കം അഭിപ്രായ പ്രകടനങ്ങളെ മറികടന്നുകൊണ്ട് CPI സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് PP സുനീർ എന്ന പേരിലേക്ക് വന്നത്. സ്വാഭാവികമായും ചർച്ചയ്ക്ക് വിധേയമാകും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ അടക്കമുള്ള കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു. അതിൽ മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഗുരുതരമായ ചില വിമർശനങ്ങൾ ഉയരുകയും ചെയ്തു. സർക്കാർ വിരുദ്ധ വികാരമാണ് തോൽവിക്ക് കാരണമെന്ന് CPIയിൽ വിമർശനമുണ്ടായി. മുഖ്യമന്ത്രിക്കും ഭരണത്തിനുമെതിരായ വികാരം പ്രതിഫലിച്ചു. പിണറായി വിജയൻ തെറ്റ് ചെയ്തു എന്ന് തോന്നിയ സമയത്ത് തിരുത്താൻ തയ്യാറായില്ലെന്ന ഗുരുതര വിമർശനം കൂടി ഇന്നത്തെ CPI യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ തിരുത്തിയിരുന്നെങ്കിൽ CPIക്ക് പിന്തുണ കിട്ടുമായിരുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇതടക്കമുള്ള ഗുരുതര വിമർശനങ്ങൾ പലതും ഇന്ന് ഉയർന്നിട്ടുണ്ട്. വിജയകുമാർ, യെസ്, മുതിർന്ന നേതാക്കളൊക്കെ ഉയർത്തിയ പേര്, മുല്ലക്കര രത്നാകരൻ ഉൾപ്പെടെ ഉയർത്തിയ പേര് പ്രകാശ് ബാബുവിൻ്റേതായിരുന്നു. E ചന്ദ്രശേഖരൻ, GR അനിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. പക്ഷെ ബിനോയ് വിശ്വം PP സുനീർ മത്സരിക്കട്ടെ എന്ന തീരുമാനമെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് PP സുനീറിലേക്ക് അപ്രതീക്ഷിതമായി രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം എത്തിയത്. ഒപ്പം സംസ്ഥാന സർക്കാരിനെതിരായ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരായ ജനവിരുദ്ധ അല്ലെങ്കിൽ ആ നിലയിലുള്ള വികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന വിലയിരുത്തൽ കൂടി ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തിരുത്തേണ്ട സമയത്ത് തിരുത്തിയിരുന്നെങ്കിൽ അപകടമുണ്ടായിരുന്നില്ല, അത് CPI മുൻകൈ എടുത്തില്ല തുടങ്ങിയ വിമർശനങ്ങളും ഇന്നത്തെ യോഗത്തിൽ ഉയർന്നു വന്നു എന്നാണ് ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാകും. ഡൽഹി KMCC പ്രസിഡന്റായി പ്രവർത്തിച്ചു വരുന്ന ഹാരിസ് ബീരാൻ ലീഗ് നേതാവും അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലുമായിരുന്ന VK ബീരാന്റെ മകനാണ്. തീരുമാനം ഒറ്റക്കെട്ടായി എടുത്തതാണെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു.
തിരുവനന്തപുരത്ത് ചേർന്ന ലീഗ് ഉന്നതാധികാര സമിതി യോഗമാണ് രാജ്യസഭാ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്തത്. പിന്നാലെ അഡ്വക്കേറ്റ് ഹാരിസ് പീരാനെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകൻ, ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിന്റെ പ്രസിഡന്റ്, ഓൾ ഇന്ത്യ KMCCയുടെ പ്രസിഡന്റ് കൂടിയാണ് VK ഹാരിസ് പീരാൻ. അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് UDF സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. എറണാകുളം ആലുവ സ്വദേശിയായ ഹാരിസ് ബീരാൻ KMCC ഡൽഹി ഘടകം അധ്യക്ഷനാണ്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള നിയമപോരാട്ടങ്ങളിൽ ലീഗിനായി ഹാജരാകുന്നതും CAA കേസ് നടത്തിപ്പിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടതും ഹാരിസ് ബീരാനാണ്. പാർട്ടി ഏൽപ്പിച്ച ചുമതല നിറവേറ്റുമെന്ന് ആദ്യ പ്രതികരണം. പാർട്ടി എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കണം. ആ വിശ്വാസം കാത്തു സംരക്ഷിക്കേണ്ട ഒരു ബാധ്യതയും എനിക്കുണ്ട്. ആ കാത്തു സംരക്ഷിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുമായി മുന്നോട്ട് പോകും എന്ന് മാത്രം ഞാൻ പറയും. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം, VK ഫൈസൽ ബാബു, PK ഫിറോസ് എന്നിവരെയും രാജ്യസഭയിലേക്ക് പരിഗണിച്ചെങ്കിലും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പിന്തുണയാണ് ഹാരിസ് ബീരാന് അനുകൂലമായത്. 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തൃശൂരിലെ തോൽവിക്കും കൂട്ടത്തല്ലിനും പിന്നാലെ തൃശൂർ DCCയിൽ കൂട്ടരാജി. ജോസ് വള്ളൂർ DCC പ്രസിഡന്റ് സ്ഥാനവും MP വിൻസെന്റ് UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും രാജിവെച്ചു. VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകും. തെരഞ്ഞെടുപ്പ് പരാജയം അന്വേഷിക്കാൻ KPCC 3 അംഗ സമിതിയെ നിയോഗിച്ചു. KC ജോസഫ്, T സിദ്ദിഖ്, R ചന്ദ്രശേഖരൻ എന്നിവരാണ് സമിതിയിലെ അംഗങ്ങൾ. DCC ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ പ്രവർത്തകർക്ക് മുന്നിലേക്കാണ് രാജ്യസമർപ്പണത്തിനായി DCC പ്രസിഡന്റ് ജോസ് എത്തിയത്. പിന്നാലെ മുദ്രാവാക്യം. DCC ഓഫീസിലുണ്ടായിരുന്ന മറ്റുള്ളവരെ ജോസ് വള്ളൂർ അനുകൂലികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. പിന്നാലെ മാധ്യമപ്രവർത്തകർക്ക് നേരെയും. മുതിർന്ന നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അധ്യക്ഷസ്ഥാനം രാജിവെക്കുന്നതായി ജോസ് വള്ളൂർ പ്രഖ്യാപിച്ചു. ഇതിനിടെ UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റും രാജി പ്രഖ്യാപിച്ചു. അപ്പോൾ അത്തരം സംഭവങ്ങളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ UDFന്റെ നേതൃത്വം നിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് ഞാൻ രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു. ജോസ് വള്ളൂരിനെ ബലിയാടാക്കിയെന്ന നിലപാടിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ. ഈ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസേട്ടൻ എന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. TN പ്രതാപനെതിരെയും AICC അംഗം അനിൽ അക്കരയ്ക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യവും ശക്തമാണ്. പാലക്കാട് MP VK ശ്രീകണ്ഠന് DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല നൽകും. 24 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ നിരാശ പ്രകടിപ്പിച്ച് CPM പോളിറ്റ് ബ്യൂറോ. ആഴത്തിൽ ആത്മപരിശോധന നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് CPI കേന്ദ്ര നേതൃത്വം അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി മാറണമെന്ന തിരുവനന്തപുരം ജില്ലാ നേതൃയോഗത്തിലെ ആവശ്യത്തെക്കുറിച്ച് പ്രതികരിക്കാതെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒഴിഞ്ഞുമാറി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ ഡൽഹിയിൽ ചേർന്ന CPM പോളിറ്റ് ബ്യൂറോ യോഗം പാർട്ടിയുടെ പ്രത്യേകിച്ച് കേരളത്തിലെ പ്രകടനത്തിൽ നിരാശ രേഖപ്പെടുത്തി. സംസ്ഥാന തലത്തിൽ ഫലം അവലോകനം ചെയ്യും. ഈ മാസം 28 മുതൽ 30 വരെ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ചയുണ്ടാകും. സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചോ എന്ന് പരിശോധിക്കണമെന്നാണ് CPI കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെന്നാണ് CPIM കേന്ദ്ര നേതാക്കളുടെ പ്രതികരണം. മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ CPI ജില്ലാ നേതൃയോഗങ്ങളിൽ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തയ്യാറായില്ല. 24 ഡൽഹി. തൃശൂർ പൂരം നടത്തിപ്പിലെ പാളിച്ചയിൽ വിമർശനം നേരിട്ട സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെതിരെ നടപടി. അങ്കിത് അശോകിനെ സ്ഥാനത്തു നിന്ന് മാറ്റി. പുതിയ ചുമതല നൽകിയിട്ടില്ല. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് SP R ഇളങ്കോയെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി നിയമിച്ചു. ആനകൾക്ക് പട്ട നൽകാൻ പോയവരെയും കുടയുമായി അകത്ത് കടക്കാൻ ശ്രമിച്ചവരെയുമെല്ലാം കമ്മീഷണറുടെ നേതൃത്വത്തിൽ പോലീസുകാർ തടയുന്നതും അസഭ്യം പറയുന്നതും ദൃശ്യങ്ങളടക്കം പുറത്തുവന്നതോടെയാണ് പോലീസ് വീഴ്ച വിവാദമായത്. പൂരം അലങ്കോലമാക്കിയതിന്റെ മുഖ്യ ഉത്തരവാദി സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനാണെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും നൽകിയിരുന്നു. കമ്മീഷണറുടെ നടപടിയിൽ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി K രാജനും ദേവസ്വം മന്ത്രി K രാധാകൃഷ്ണനും നേരിട്ട് വിയോജിപ്പറിയിച്ചതോടെ മുഖ്യമന്ത്രി നേരിട്ടിടപെട്ടു. കമ്മീഷണർ അങ്കിത് അശോകൻ, അസിസ്റ്റന്റ് കമ്മീഷണർ K സുദർശനൻ എന്നിവരെ സ്ഥലം മാറ്റാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് തീരുമാനം നടപ്പാക്കാൻ വൈകിയത്. അങ്കിത് അശോകന് പകരം നിയമനം നൽകിയിട്ടില്ല. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലെ ടെക്നിക്കൽ ഇന്റലിജൻസ് SP R ഇളങ്കോയാണ്
പുതിയ തൃശൂർ പോലീസ് കമ്മീഷണർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ തിരിച്ചടിയായത് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട പോലീസ് വീഴ്ചയാണെന്ന് ഇടതുമുന്നണിക്കുള്ളിൽ തന്നെ വിലയിരുത്തലുണ്ടായിരുന്നു. 24 തിരുവനന്തപുരം. തദ്ദേശ വാർഡ് വിഭജനത്തിനുള്ള ബിൽ ചർച്ചയില്ലാതെ നിയമസഭ പാസാക്കി. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ 5 മിനിറ്റ് കൊണ്ടാണ് നടപടി പൂർത്തിയാക്കിയത്. ബില്ല് സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാത്തതിൽ എതിർപ്പറിയിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്ത് നൽകി. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് വാർഡ് പുനർനിർണയം പൂർത്തിയാക്കാൻ സർക്കാർ ഓർഡിനൻസ് കൊണ്ടുവന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി ഗവർണർ ഒപ്പിട്ടില്ല. ഇതോടെയാണ് സർക്കാർ നിയമസഭയിൽ ബില്ല് അവതരിപ്പിച്ചത്. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനായിരുന്നു അജണ്ട. എന്നാൽ ബാർക്കോഴ വിഷയത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നതിനിടെ ബില്ല് ഞൊടിയിടയിൽ പാസാക്കി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാനുള്ള തീരുമാനം ഭേദഗതി ചെയ്താണ് ബില്ല് പാസാക്കിയത്. അത്യപൂർവമായ സന്ദർഭങ്ങളിൽ മാത്രമാണ് ഇത്തരം നടപടി സ്വീകരിക്കാറുള്ളത്. ബില്ല് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറായിരുന്നുവെന്നും പ്രതിപക്ഷം താത്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുമാണ് മന്ത്രി MP രാജേഷിന്റെ വിശദീകരണം. ഞങ്ങൾ പ്രതിപക്ഷത്തോട് സംസാരിച്ചു, അവർ തയ്യാറായിരുന്നില്ല. ചർച്ചയ്ക്ക് പൂർണ്ണമായും സർക്കാർ തയ്യാറായിരുന്നു. രണ്ട് കാര്യം, അത് അല്ല, സബ്ജക്ട് കമ്മിറ്റി ചർച്ചയ്ക്ക് വിടുന്നതിന് പോലും പ്രതിപക്ഷത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നേരത്തെ സഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച പാസാക്കിയ ഒരു ബില്ലാണ് എന്നതായിരിക്കാം കാരണം. മന്ത്രിയുടെ വാദം പ്രതിപക്ഷ നേതാവ് തള്ളി. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബില്ല് പാസാക്കിയത് അംഗീകരിക്കാനാകില്ലെന്ന് സ്പീക്കർക്ക് അയച്ച കത്തിൽ VD സതീശൻ വ്യക്തമാക്കി. ജൂലൈ 25 വരെ സഭയുണ്ടായിട്ടും തിടുക്കത്തിൽ ബില്ല് പാസാക്കിയത് ദുരൂഹമാണെന്നും പ്രതിപക്ഷത്തിന് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം നഷ്ടമായെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നു. 24 തിരുവനന്തപുരം. പുതിയ ബാർ കോഴ ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭ സ്തംഭിപ്പിച്ചു പ്രതിപക്ഷം. പണപ്പിരിവ് പോലീസ് അന്വേഷിച്ചില്ലെന്നും ശബ്ദരേഖ എങ്ങനെ പുറത്തു വന്നതിൽ മാത്രമാണ് അന്വേഷണം നടന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മദ്യനയത്തിൽ പ്രാഥമിക ചർച്ചകൾ പോലും നടത്തിയിട്ടില്ലെന്നും ജനിക്കാത്ത കുഞ്ഞിന്റെ പേരിലുള്ള വ്യാജ വിവാദമെന്നും മന്ത്രി MP രാജേഷ് മറുപടി നൽകി. പോലീസ് അന്വേഷണം തടസ്സപ്പെടുത്താനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. മദ്യനയം അനുകൂലമാക്കാൻ പണപ്പിരിവ് നിർദ്ദേശിച്ചുള്ള ബാറുടമയുടെ ശബ്ദരേഖയാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഉയർത്തിയത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അഴിമതിയിലേക്ക് കൺ തുറന്നില്ല എന്നും എക്സൈസ് വകുപ്പിൽ ടൂറിസം വകുപ്പ് കൈകടത്തുന്നു എന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി M. ജോൺ ആരോപിച്ചു. സർ, ഒരു കാര്യം മനസ്സിലായോ? അങ്ങയുടെ ഡിപ്പാർട്ട്മെന്റിൽ മദ്യനയത്തിന്റെ അവിടെ കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇനി അതിന്റെ അച്ഛനാരാണെന്ന് അന്വേഷിച്ചാൽ മതി സർ. വേറെ ആളുകളാണ് വന്ന് ഇത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? മദ്യനയവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ചർച്ചകൾ സർക്കാർ ആരംഭിച്ചിട്ടില്ലെന്നും അഴിമതിയുടെ കുരുക്ക് മുറുക്കാൻ കഴിയുന്ന കഴുത്തുകൾ പ്രതിപക്ഷ ഭാഗത്താണ് ഉള്ളതെന്നും എക്സൈസ് മന്ത്രി MP രാജേഷിന്റെ മറുപടി. നിങ്ങൾ ഈ കുരുക്കും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണ്ടി കുരുക്ക് മുറുക്കാൻ പുറത്തു വേറെ കുറെ പേരുണ്ടല്ലോ. കുരുക്ക് മുറുക്കൽ തലക്കെട്ടുകൾ സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ. നിങ്ങൾ അതെ അതെ ഭാഗം ഞാൻ എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം ഈ കുരുക്കുകളുമായി ഇവിടെ കഴുത്തന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതിന് പാകമായ കഴുത്തുകൾ അപ്പുറത്ത് ധാരാളമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. കെട്ടിച്ചമച്ച കഥയാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് മുഖ്യമന്ത്രി. സർ, ഇവിടെ ഇല്ലാത്തൊരു കാര്യം കെട്ടിച്ചമച്ച് ഇവിടെ എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി കെട്ടിച്ചമച്ച ഒരു വാദഗതിയാണ് ഇപ്പോൾ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നത്. കാലം കണക്ക് ചോദിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ്. അന്ന് പറഞ്ഞ ഈ അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അന്ന് PC ആക്ടിന്റെ വകുപ്പനുസരിച്ച് കേസെടുത്തേ മതിയാവൂ. അത് ഞങ്ങൾ നിരന്തരമായ നിയമസഭയ്ക്കകത്തും പുറത്തും നിരന്തരമായ സമരത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം കടക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭാ നടപടികൾ സ്തംഭിപ്പിച്ചു. 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ നാടകീയ വഴിത്തിരിവ്. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് രാഹുൽ P. ഗോപാൽ തന്നെ മർദ്ദിച്ചിട്ടില്ലെന്ന് പരാതിക്കാരി സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തി. മൊഴി മാറ്റിയത് ഭീഷണിയെ തുടർന്നാണെന്ന് മാതാപിതാക്കൾ പ്രതികരിച്ചു. പെൺകുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് കേസെടുത്തു. വിവാഹശേഷം ദിവസങ്ങൾക്കുള്ളിൽ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് പരാതിപ്പെട്ട യുവതിയാണ് ഇപ്പോൾ പ്രതിയായ ഭർത്താവ് രാഹുൽ P. ഗോപാലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ ആരും മർദ്ദിച്ചിട്ടില്ലെന്ന് സമൂഹമാധ്യമത്തിലൂടെ വെളിപ്പെടുത്തൽ. എന്നെ അത്രയും സ്നേഹിച്ച് എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട്
മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. മാതാപിതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് താൻ കള്ളം പറഞ്ഞതെന്ന പെൺകുട്ടി. പോലീസിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നുവെന്നും പെൺകുട്ടി അവകാശപ്പെടുന്നു. എന്നാൽ പെൺകുട്ടി മൊഴി മാറ്റിയത് ഭീഷണിയെ തുടർന്നാകാം എന്നാണ് മാതാപിതാക്കളുടെ പ്രതികരണം. രാഹുലിന്റെ ആളുകള് ഭീഷണിപ്പെടുത്തി ഇത് പറയിപ്പിച്ചതാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ വീഡിയോ കണ്ടിട്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി പെൺകുട്ടിയെ കാണാനില്ല എന്ന് പിതാവ് വടക്കേക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടി താമസിക്കുന്നത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ പരാതി അങ്ങോട്ട് കൈമാറുമെന്ന് വടക്കേക്കര പോലീസ് പറഞ്ഞു. അതിനിടെ തന്നെ ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ വീഡിയോയും പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായ പരിക്കുകൾ ഡോക്ടർമാർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും രഹസ്യമൊഴിയിൽ പെൺകുട്ടി പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പെൺകുട്ടിയെയും കൂടെ താമസിക്കുന്ന ആളുകളെയും കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തും. 24 കൊച്ചി. കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU MSF സഖ്യത്തിന് വിജയം. ചെയർപേഴ്സണായി നിതിൻ ഫാത്തിമ P തെരഞ്ഞെടുക്കപ്പെട്ടു. 7 വർഷത്തിനു ശേഷമാണ് SFIക്ക് യൂണിയൻ നഷ്ടമായത്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സമീർ, ഈ ദൃശ്യങ്ങളിൽ കാണാം KSU MSF പ്രവർത്തകരുടെ ആഘോഷത്തിൻ്റെ ഇത്രയും നീണ്ട വർഷങ്ങൾക്ക് ശേഷം SFIക്ക് യൂണിയൻ നഷ്ടമായി. തന്നെയുമല്ല, നാടകീയമായ പല സംഭവങ്ങളും രാവിലെ മുതൽ നടക്കുന്നുണ്ട്. ഒരു MSF യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി എന്നതടക്കമുള്ള അസാധാരണ പരാതികളും ഇന്ന് നമ്മൾ കണ്ടതാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, 7 വർഷത്തിന് ശേഷമാണ് MSF KSU സഖ്യം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരണം പിടിച്ചെടുക്കുന്നത്. ചെയർപേഴ്സണായി പാലക്കാട് വിക്ടോറിയ കോളേജിലെ നിതിൻ ഫാത്തിമയാണ് വിജയിച്ചിരിക്കുന്നത്. വളാഞ്ചേരി മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ MSF പ്രതിനിധി മുഹമ്മദ് സഫ്വാൻ ജനറൽ സെക്രട്ടറിയായി വിജയിച്ചിരിക്കുകയാണ്. കൂടാതെ 2 വൈസ് ചെയർപേഴ്സൺ സ്ഥാനവും ജോയിന്റ് സെക്രട്ടറി സ്ഥാനവും MSF KSU സഖ്യം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് SFI ആണ് വിജയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മലപ്പുറം, കോഴിക്കോടും UDSFും സ്വന്തമാക്കിയിരിക്കുകയാണ്. ഏതായാലും 7 വർഷത്തിന് ശേഷമാണ് ഈ UDSF ചരിത്ര വിജയം സ്വന്തമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരണസ്ഥാനത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസമായി SFIയുടെ സംസ്ഥാന സെക്രട്ടറി PM ആർഷോ അടക്കമുള്ളവർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ക്യാമ്പ് ചെയ്ത് നടപ്പിലാക്കിയ തന്ത്രങ്ങൾ പാളിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും നാടകീയ രംഗങ്ങളാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും ഈ SFI ഒപ്പം തന്നെ മറ്റുള്ളവരും ചേർന്ന് ഈ തർക്കത്തിലും സംഘർഷത്തിലേക്കും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്നലെ രാത്രിയോട് കൂടി MSFനെ ഒരു UUCയെ കാണാനില്ലെന്ന് പരാതി ഉയർന്നു. എന്നാൽ നിലവിൽ ആ UUCക്ക് ഇതുവരെ വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ഈ നാടകീയ രംഗങ്ങൾക്ക് ഒടുവിലാണ് നിലവിൽ ഈ KSU MSF സഖ്യം ഈ അധികാരം പിടിച്ചിരിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ KSU MSF സഖ്യത്തിന് വിജയം. ചെയർപേഴ്സണായി നിതിൻ ഫാത്തിമ P തെരഞ്ഞെടുക്കപ്പെട്ടു. 7 വർഷത്തിനു ശേഷമാണ് SFIക്ക് യൂണിയൻ നഷ്ടമായത്. ജമ്മു കാശ്മീരിൽ 10 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പാക് ഇടപെടലെന്ന് പ്രാഥമിക വിവരം. 2 ഭീകരരാണ് വെടിയുതിർത്തതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. റിയാസയിലും പരിസര പ്രദേശങ്ങളിലും ഭീകരരായി തെരച്ചിൽ ആരംഭിച്ചു. പ്രസിഡന്റ് ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആക്രമണത്തെ അപലപിച്ചു. ജമ്മുകശ്മീരിൽ റിയാസിയിൽ ഇന്നലെ തീർത്ഥാടകർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം അതീവ ഗൗരവത്തോടെയാണ് സൈന്യം കാണുന്നത്. ആക്രമണത്തിന് പിന്നാലെ റിയാസിയിലെ വനമേഖല കേന്ദ്രീകരിച്ച് ഭീകരർക്കായി സൈനിക നടപടി പുരോഗമിക്കുകയാണ്. തെരച്ചിലിനായി ഹെലികോപ്റ്ററും നിരീക്ഷണ ഡ്രോണുകളും വിന്യസിച്ചു. 2 ഭീകരരാണ് വെടിവയ്പ് നടത്തിയതെന്ന് റിയാസി സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് പറഞ്ഞു. रात से ही अपना जितने भी हमारे सस्पिशियस एलिमेंट्स उनको उठाना शुरू किया एंड ऑपरेशन हमारा मॉर्निंग से ही ये पूरा कॉमिंग ऑपरेशन हमारा जारी है. जितने भी एरियाज हैं इसके एडजॉइनिंग उस सब पे हमारी टीम जो है. ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് തീർത്ഥാടക സംഘം സഞ്ചരിച്ച ബസ്സിന് നേരെ ഭീകരർ ആക്രമണം നടത്തിയത്. ബസ്സിന് നിയന്ത്രണം തെറ്റിയതോടെ കൊക്കയിലേക്ക് പതിച്ചു. ആക്രമണം നടന്ന സ്ഥലത്ത് NIA സംഘവും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തുകയാണ്. സ്ഥിതിഗതികൾ ആഭ്യന്തര മന്ത്രാലയം നേരിട്ട് വിലയിരുത്തി. സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം നേരിട്ടെത്തി സാഹചര്യം വിലയിരുത്തും. ആക്രമണത്തിന് കൃത്യമായ മറുപടി നൽകുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞു. പ്രസിഡന്റ് ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആക്രമണത്തെ അപലപിച്ചു. 24 ഡൽഹി. കേരള നവോത്ഥാന മൂല്യസംരക്ഷണ സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച ഹുസൈൻ മടവൂരിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ. പണ്ടേ തീവ്രവാദം പറയുന്നയാളാണ് ഹുസൈൻ മടവൂരെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. താൻ തീവ്രവാദം സംസാരിക്കുമെന്ന് ആരും പറയില്ലെന്നും വെള്ളാപ്പള്ളി നടേശന് ആള് മാറിപ്പോയതാകാമെന്നും ഹുസൈൻ മടവൂർ തിരിച്ചടിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുസ്ലിം പ്രീണനം നടത്തിയെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കടുക്കുകയാണ്. പരാമർശത്തിൽ പ്രതിഷേധിച്ച് കേരള നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ച
ഡോക്ടർ ഹുസൈൻ മടവൂരിന്റെ നടപടിയെ കടുത്ത ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശൻ വിമർശിച്ചത്. അയാള് ഇതിനകത്ത് ഇരിക്കാൻ അർഹനല്ലെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അയാൾ വൃത്തിന്ന് രാജിവെച്ച് പോകണമെന്ന് ആഗ്രഹിച്ചവനാണ്. പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ വെറുതെ ഞാൻ പറഞ്ഞു മോങ്ങായിരുന്ന പട്ടിയുടെ തല തേങ്ങ വീണു അതും പറഞ്ഞിട്ട് രാജിവെച്ചു. വിമർശനത്തിനുള്ള ഡോക്ടർ ഹുസൈൻ മടവൂരിന്റെ മറുപടി ഇങ്ങനെ: അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടു, പക്ഷേ അങ്ങനെ ആയിരിക്കില്ല അദ്ദേഹം പറഞ്ഞത് എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹം. അദ്ദേഹത്തെ മോശമാക്കേണ്ട യാതൊരു കാര്യവുമില്ലല്ലോ. മുസ്ലിം പ്രീണനം നടന്നുവെന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇതുമായി ബന്ധപ്പെട്ട കണക്ക് പുറത്തുവിടണമെന്നും ഹുസൈൻ മടവൂർ ആവശ്യപ്പെട്ടു. അദ്ദേഹം ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് വരണം. അതിൽ അദ്ദേഹം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അതിന് കണക്ക് പുറത്തു കൊണ്ടുവരണം. മുസ്ലിം പ്രീണനം എന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം വസ്തുതാവിരുദ്ധമെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള അമീർ പി മുജീബ് റഹ്മാനും പ്രതികരിച്ചു. 24 കോഴിക്കോട്. IIT പ്രവേശനത്തിനായുള്ള JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഇത്തവണയും പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്ററിന് മിന്നും ജയം. ബ്രില്യൻറ്റിലെ നവിൻ സിബി ദേശീയ തലത്തിൽ 439 റാങ്ക് സ്വന്തമാക്കി. 500ഓളം വിദ്യാർത്ഥികളാണ് ഇത്തവണ ബ്രില്യൻറ്റിലെ പരീക്ഷണത്തിലൂടെ IIT പ്രവേശനത്തിന് യോഗ്യത നേടിയത്. JEE അഡ്വാൻസ്ഡ് പരീക്ഷയിൽ ഈ വർഷവും പാലാ ബ്രില്യൻറ്റ് സ്റ്റഡീസ് സെന്ററിന് തിളക്കമാർന്ന നേട്ടം. ബ്രില്യൻറ്റിലെ നെവിൻ സിബി ദേശീയതലത്തിൽ 439 റാങ്ക് നേടി. ആലപ്പുഴ സ്വദേശി ബി സിബിച്ചന്റെയും റിൻസി സിബിച്ചന്റെയും മകനായ നെവിൻ NIT-കളിലേക്കുള്ള JEE മെയിൻ പരീക്ഷയിലും ഉന്നത വിജയം കരസ്ഥമാക്കിയിരുന്നു. കോഴിക്കോട് സ്വദേശി അസിൽ സെയ്ദ് എടയേക്കൽ കാറ്റഗറി വിഭാഗത്തിൽ ദേശീയതലത്തിൽ 26 റാങ്ക് എന്ന അഭിമാന നേട്ടത്തിന് അർഹനായി. ഡോക്ടർ അൻവർ സാലിഹിന്റെയും അധ്യാപികയായ ഷാമില ബീഗത്തിന്റെയും മകനാണ് അസിൽ. ഹാഫിസ് റഹ്മാൻ 542, ഹരികൃഷ്ണ എസ് 564, മുഹമ്മദ് അസീൽ 964, സിദ്ധാർത്ഥ് വത്സൻ 969 എന്നിവരാണ് ആദ്യ 1000 റാങ്കിനുള്ളിൽ ഇടം പിടിച്ച മിടുക്കർ. അഖിലേന്ത്യാ തലത്തിൽ ആദ്യ 5000 റാങ്കിനുള്ളിൽ 70 പേരും 10000 റാങ്കിനുള്ളിൽ 150-ലധികം വിദ്യാർത്ഥികളും ബ്രില്യന്റിൽ നിന്ന് ഇടം പിടിച്ചു. കേരളത്തിൽ നിന്ന് ഇത്തവണ IIT-കളിൽ അഡ്മിഷൻ നേടുന്നവരിൽ 90% പാലാ ബ്രില്യന്റിലെ വിദ്യാർത്ഥികളാകും. 24 കോട്ടയം. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.